നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സഹമന്ത്രിയായ ശേഷം ആദ്യമായി കേരളത്തിലെത്തിയ ജോർജ് കുര്യന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. പെരിയാറിനെ സംരക്ഷിക്കൂ, മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കുന്ന മുദ്രാവാക്യമുയർത്തി AITUC മുഖ്യമന്ത്രിക്ക് ഭീമഹർജി നൽകുന്നു. ഒപ്പുശേഖരണത്തിന്റെ ഉദ്ഘാടനം പറവൂരിൽ CPI ജില്ലാ സെക്രട്ടറി KM ദിനകരൻ നിർവഹിച്ചു. ചാലാക്ക ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ലോക രക്തദിനാചരണം സംഘടിപ്പിച്ചു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദിരാകുമാരി ഉദ്ഘാടനം ചെയ്തു. ഇനി വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര സഹമന്ത്രിയായ ശേഷം ആദ്യമായി കേരളത്തിലെത്തിയ ജോർജ് കുര്യന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. കേരളത്തിന്റെ വികസനത്തിനായി ഒരുമിച്ച് പ്രവർത്തിച്ചു പോകാമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു. കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായതിനു ശേഷം ആദ്യമായി കേരളത്തിലെത്തിയ ന്യൂനപക്ഷ ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യന് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ KS രാധാകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ രേണു സുരേഷ്, സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് TP സിന്ധുമോൾ, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ഷൈജു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. കേരളത്തിന്റെ വികസനത്തിനായി ഒരുമിച്ച് പ്രവർത്തിച്ചു പോകുമെന്നും വീണ ജോർജിന് കുവൈത്ത് യാത്രയ്ക്ക് അനുമതി നിഷേധിച്ച വിഷയം കഴിഞ്ഞ കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. ആദ്യമായിട്ടാണ് കേരളത്തിൽ വരുന്നത്. ആദ്യമായിട്ട് പ്രധാനമന്ത്രിക്കും പാർട്ടി നേതൃത്വത്തിനും കേരളത്തിലെ പ്രവർത്തകർക്കും ജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി തീർച്ചയായിട്ടും ഒരുമിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ല, അങ്ങനെ ആദ്യമായിട്ട് പ്രഖ്യാപനങ്ങളൊന്നുമില്ല. ആദ്യം കാര്യങ്ങൾ പഠിച്ചിട്ട് ജനങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് ഓരോ വിഷയത്തിലും അതുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ അഭിപ്രായം തേടിയതിന് ശേഷം മാത്രമേ എന്തെങ്കിലും തീരുമാനം. അതിനെപ്പറ്റി അത് ചർച്ച ചെയ്ത് കഴിഞ്ഞല്ലോ. എൻ്റെ വകുപ്പല്ല വിദേശകാര്യ വകുപ്പ്. വിദേശകാര്യ വകുപ്പ് അതിനെപ്പറ്റി വിശദീകരണം നൽകി കഴിഞ്ഞു. അതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. അതുതന്നെയല്ല, മുഖ്യമന്ത്രി ആ വിഷയത്തെപ്പറ്റി ഇപ്പോൾ കൂടുതലായിട്ട് ചർച്ച വേണ്ട എന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാനിവിടെ കോട്ടയത്താണ്, എൻ്റെ ജില്ലയിലേക്കാണ് പോകുന്നത്. പക്ഷേ അതിൻ്റെ ഫയൽ വരുത്തി അതിനെപ്പറ്റി പഠിക്കുകയും ചെയ്യും. ഇനി അവിടെയുള്ള അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഫിഷർമാനാണ്. അവർ പറയുന്നതാണല്ലോ വിദഗ്ധ അഭിപ്രായം. അപ്പോൾ അത് അവരെ കേട്ടതിന് ശേഷം പിന്നെ സാങ്കേതികമായിട്ടുള്ള വൈദഗ്ധ്യം അതും കൂടെ നോക്കും. മാത്രമല്ല, കേരള സർക്കാർ അതിന് വേണ്ടിയുള്ള DPR തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ തീരുമാനമെടുക്കും. BJP ദേശീയ കൗൺസിൽ അംഗം PM വേലായുധൻ, ന്യൂനപക്ഷ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നോബിൾ മാത്യു, സംസ്ഥാന പ്രസിഡന്റ് ജിജി ജോസഫ് തുടങ്ങി ഒട്ടേറെ നേതാക്കളും പ്രവർത്തകരും മന്ത്രിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. പെരിയാറിനെ സംരക്ഷിക്കൂ, മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കുന്ന മുദ്രാവാക്യമുയർത്തി AITUC മുഖ്യമന്ത്രിക്ക് ഭീമഹർജി നൽകുന്നു. ഒപ്പുശേഖരണത്തിന്റെ ഉദ്ഘാടനം പറവൂരിൽ CPI ജില്ലാ സെക്രട്ടറി KM ദിനകരൻ നിർവഹിച്ചു. പെരിയാറിനെ സംരക്ഷിക്കൂ, മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കുന്ന മുദ്രാവാക്യമുയർത്തി മത്സ്യമേഖലയെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ ഉന്നയിച്ച് AITUC മുഖ്യമന്ത്രിക്ക് ഭീമഹർജി നൽകാൻ ഒരുങ്ങുകയാണ്. പെരിയാർ നദി സംരക്ഷണ അതോറിറ്റി രൂപീകരിക്കുക, പെരിയാറിലെ മത്സ്യക്കുരുതി അവസാനിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികൾക്ക് ഗവൺമെന്റ് സാമ്പത്തിക സഹായം അനുവദിക്കുക എന്നീ ആവശ്യങ്ങളാണ് മുഖ്യമന്ത്രിക്ക് നൽകുന്ന ഭീമഹർജിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പറവൂർ മാർക്കറ്റിൽ നടന്ന ഒപ്പുശേഖരണം CPI ജില്ലാ സെക്രട്ടറി KM ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. CK അശോകൻ അധ്യക്ഷത വഹിച്ചു. PM പവിത്രൻ, അജി മാട്ടുമൽ, MT സുനിൽകുമാർ, PV സുനിൽകുമാർ, ലതാ മുഹമ്മദ്, PV ജോഷി, CS ഭദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. മെയ് മാസം 20-ാം തീയതി പെരിയാറിൽ രാസമാലിന്യം ഒഴുക്കിയതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മത്സ്യസമ്പത്താകെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ തൊഴിലാളികളും അതുപോലെ ഇത് മത്സ്യ കർഷകരുമെല്ലാം വളരെ ദുരിതത്തിലായി, സങ്കടത്തിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതെക്കാലത്തും നമ്മുടെ കാലവർഷം ആരംഭിക്കുമ്പോൾ അത് തുടർന്നു വരുന്ന ഒരു നടപടിയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതികരിക്കുക, മാധ്യമങ്ങളെല്ലാം സജീവമായ കാര്യങ്ങൾ കണ്ടെത്താനും ഒക്കെയുള്ള പ്രവർത്തനം നടത്തുമ്പോൾ അത് പത്രത്തിലും മാധ്യമങ്ങളിലും കുറച്ച് ദിവസം ജനങ്ങളിലുമായി ആ സംസാരം ഒതുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നതിനും നിയമപരമായ നടപടി സ്വീകരിക്കുന്നതിനും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തി വന്ന റിപ്പോർട്ട് നമ്മൾ ദൃശ്യമാധ്യമത്തിലും അതുപോലെ പത്രമാധ്യമത്തിലും എല്ലാം നമുക്ക് കാണാനും ഒക്കെ കഴിഞ്ഞതും വായിക്കാനും എല്ലാം കഴിഞ്ഞത്
അത് ഓക്സിജൻ്റെ കുറവ് കൊണ്ടാണ് ആ മത്സ്യ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടത് എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് സംഭവിച്ചത്, അതിനെന്താണ് അതിന് അടിസ്ഥാനപരമായ കാരണം എന്നുള്ളതിൻ്റെ വിവരങ്ങളൊന്നും അതിലില്ലാതെ ഇതിലെ ചില ആളുകളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് അതിൽ വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കോടതി അതുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ് അക്കാര്യത്തിൽ അത് ഗൗരവമായി എടുത്തുകൊണ്ട് ഇതൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇതിന് ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതിലിപ്പോൾ നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് ഇപ്പോൾ കടമക്കുടി ആയാലും വരാപ്പുഴ ആയാലും അതുപോലെ ഏഴിക്കര അങ്ങനെയുള്ള കോട്ടുപള്ളി തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ പൊക്കാളി കൃഷി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ പൊക്കാളി കൃഷിയെയും ഇത് വളരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. അവർ ഈ മത്സ്യം കൃഷി അതായത് പുതിയ സംവിധാനം കൃഷിയിലേക്ക് വരികയാണ്. ആ കൃഷി നഷ്ടമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സ്വാഭാവികമായിട്ടും ആ മത്സ്യകൃഷിയിലൂടെ ലഭ്യമാകുന്ന ആ ഒരു സമ്പത്തുണ്ട്, ചെമ്പാദായം എന്ന് പറയുന്നത് അവർക്ക് എല്ലാ വർഷവും ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കുറച്ച് ആളുകളാണ് കൃഷി ചെയ്യുന്നതെങ്കിലും അവർ ആ നഷ്ടം സഹിച്ചുകൊണ്ട് നെൽകൃഷി ചെയ്യുന്നത്. അതുപോലും ഇല്ലാതെ അതെല്ലാം ഇവിടെ അവസാനിക്കുന്ന തരത്തിലാണിത് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മത്സ്യസമ്പത്തിനെ അത് ദോഷകരമായി ബാധിക്കുമെന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾ ഈ മത്സ്യസമ്പത്തുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന ആളുകളുണ്ട്. അവരെല്ലാം വഴിയാധാരമാകുന്ന ഒരു സാഹചര്യമാണ്. മാത്രവുമല്ല, നമ്മുടെ കുടിവെള്ള സ്രോതസ്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ ഈ പുഴയിലൂടെ ഒഴുകുന്ന ആ ജലം എന്ന് പറയുന്നത് അശുദ്ധജലമാണ് എന്ന അഭിപ്രായമില്ല. നമ്മൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിലൂടെ കടത്തിവിട്ടാണ് നമുക്കെല്ലാം കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരുന്നത്. പക്ഷേ ഇത് പുഴകളും തോടുകളെല്ലാം രാസമാലിന്യം കൊണ്ട് നിറഞ്ഞാൽ നമ്മുടെ ഭാവി തലമുറയെ ബാധിക്കുന്ന, നമ്മുടെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ശുദ്ധജലവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വായുവിനെല്ലാം ബാധിക്കുന്ന ഒരു ഭാവി തലമുറയെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അതുകൊണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ മാത്രം ഈ കാര്യങ്ങളെ ഏൽപ്പിച്ച് ഇതിൻ്റെ വസ്തുതകൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസകരമായിരിക്കും. അതിന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു അഭിപ്രായം, അതൊരു ആ ജഡ്ജ് എങ്ങനെ സിറ്റിംഗ് ആണോ എന്നുള്ളതൊക്കെ ബന്ധപ്പെട്ട കോടതിയുടെയും കൂടി ഒരു അഭിപ്രായമാണ് അതൊക്കെ തീരുമാനമെടുക്കുന്നത്. അങ്ങനെ ഒരു നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തി ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ പുറത്തു കൊണ്ടുവരണം. ചാലാക്ക ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ലോക രക്തദിനാചരണം സംഘടിപ്പിച്ചു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദിരാകുമാരി ഉദ്ഘാടനം ചെയ്തു. സുരക്ഷിതമായ രക്തദാനത്തെയും രക്തഘടകങ്ങളെയും കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, രക്തദാതാക്കളെ അനുമോദിക്കുക എന്നിങ്ങനെ വിവിധ പരിപാടികളോട് കൂടിയാണ് ചാലാക്ക ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ലോക രക്തദാന ദിനാചരണം സംഘടിപ്പിച്ചത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദിരാകുമാരി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. There is no replacement of blood. Blood is circulating in our body, in our blood vessels starting from the heart. And for substitute for blood, there is nothing. That is why there is the importance of this blood donation comes. We cannot go to a shop and buy blood. It has to be kept under precaution. It is not available everywhere. So that is the need why the blood donation should be there. And I know there are volunteers for blood donation, and in the government level also there are certain institutions where blood is kept. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഹാറൂൺ എം പിള്ള അധ്യക്ഷത വഹിച്ചു. There are some slogans about blood donation that I have come across, some very interesting slogans. I don't know if you are aware of it. Every blood owner is a blood donor. Every blood owner is a blood donor. The other wonderful slogan is, blood is meant for circulation. So why not circulate outside also? Why keep it within your blood vessels? Blood is meant for circulation, circulate it. Every blood owner is a blood donor. I was going through the history of blood donation. I'm sure some of you might know the father of blood donation is an Austrian scientist, a medical professional called Karl Landsteiner. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അനു വിൻസെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാനേജർ ശ്രീകുമാർ, ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അന്നു, പാത്തോളജി വിഭാഗം മേധാവി ഡോക്ടർ നവ്യ എന്നിവർ സംസാരിച്ചു. കോളേജ് യൂണിയൻ വൈസ് ചെയർമാൻ ആകാശ് രക്തദാതാക്കൾക്കുള്ള പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. Friends, relatives, colleagues and public, about the need for regular, voluntary, unpaid blood donation.
Along with this, I also undertake that whenever someone is in need of blood, 2023-2024 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തവണ രക്തദാനം ചെയ്ത വനിത കുമാരി ആലിയയെ ചടങ്ങിൽ അനുമോദിച്ചു. കോളേജ് വിദ്യാർത്ഥികളുടെ ബ്ലഡ് ഡൊണേഷൻ ഫോറം ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബും ബോധവൽക്കരണവും നടത്തി. സൂപ്പർ ഹിറ്റ് മലയാളം മൂവി തലവൻ സിനിമയുടെ തിരക്കഥാകൃത്ത് ശരത് പെരുമ്പാവൂരിനെ അനുമോദിച്ച് കേരള പോലീസ് അസോസിയേഷൻ. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന ഉദ്ഘാടനം ചെയ്തു. സൂപ്പർ ഹിറ്റ് മലയാളം സിനിമ തലവന്റെ തിരക്കഥാകൃത്തായ ആലുവ ട്രാഫിക് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ശരത് പെരുമ്പാവൂരിനും തലവൻ ടീം അംഗങ്ങൾക്കുമാണ് കേരള പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദനം നൽകിയത്. സ്നേഹാദരവ് എന്ന പേരിൽ ആലുവ DPO കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന IPS ഉദ്ഘാടനം ചെയ്തു. Because when you are in the police department and when you are seeing a police movie, right from the uniform to anything else, something is missing. But whenever I see any movie, any police movie particularly which has been based in Kerala, it is very difficult to find even a single fault. They do such good research, and of course, like right from dialogue delivery to the acting to direction, I mean everything is so perfect that we feel that it is like our own life. അഡീഷണൽ SP ഇൻചാർജ് ജിൻസൺ, DOSPമാരായ അബ്ദുൾ റഹീം, VS നവാസ്, രവീന്ദ്രനാഥ്, നടന്മാരായ ആസിഫ് അലി, കോട്ടയം നസീർ, നിർമ്മാതാവ് അരുൺ നാരായണൻ, സംവിധായകൻ ജിസ്റ്റോ എന്നിവർ പങ്കെടുത്തു. APA ജില്ലാ പ്രസിഡന്റ് PA ഷിയാസ് അധ്യക്ഷത വഹിച്ചു. MV സുനിൽ, TT ജയകുമാർ, അരുൺ വിശ്വം തുടങ്ങിയവർ സംബന്ധിച്ചു. മുനമ്പം മർച്ചന്റ്സ് അസോസിയേഷന്റെ 46ാമത് വാർഷിക പൊതുയോഗം കോവിലകത്തുംകടവിൽ നടന്നു. മുനമ്പം മർച്ചന്റ്സ് അസോസിയേഷന്റെ 46ാമത് വാർഷിക പൊതുയോഗം കോവിലകത്തുംകടവ് സെന്റ് റോക്കീസ് പാരിഷ് ഹാളിൽ വെച്ച് നടന്നു. വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ, എൻഡോമെന്റുകൾ, SSLC അവാർഡുകൾ എന്നിവയും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AJ റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്കെല്ലാം നിർദ്ദേശങ്ങൾ നൽകി പ്രവർത്തിക്കുന്ന ഒരാളുമാണ് ഗോപാലൻ. അദ്ദേഹം നിയോജക മണ്ഡലത്തിൻ്റെയും ചുമതല വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ യൂണിറ്റ്, ഞാൻ എപ്പോഴും എടുത്തു പറയാനുള്ള ഒരാളാണ് അനുസരിച്ചിരിക്കുന്നത്. അവരടക്കമുള്ള ജീവനക്കാർ കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ആ സ്റ്റാഫിൻ്റെ കൂടെ ഒരു സേവനം നമുക്കുള്ളതുകൊണ്ടാണ്. യൂണിറ്റ് പ്രസിഡന്റ് K ഗോപാലൻ അധ്യക്ഷനായി. ജില്ലാ ട്രഷറർ CS അജ്മൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് ജിമ്മി ചക്കിയത്ത്, നിയോജക മണ്ഡലം സെക്രട്ടറി VK ജോയി, യൂണിറ്റ് ജനറൽ സെക്രട്ടറി CK ഫ്രാൻസിസ്, യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് VG ബാലചന്ദ്രൻ, യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റ് മേരി ജോയി, യൂണിറ്റ് സെക്രട്ടറി ദീന തോമസ്, വൈസ് പ്രസിഡന്റ് EM കൃഷ്ണകുമാർ, ട്രഷറർ NR ശ്രീഹരി തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ തേലത്തുരുത്ത് സൗത്ത് നോർത്ത് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ അംഗനവാടിയിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് അഖിൽ വാവച്ചൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ തേലത്തുരുത്ത് സൗത്ത് നോർത്ത് യൂണിറ്റുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് തേലത്തുരുത്തിലെ അംഗനവാടിയിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ഡിവൈഎഫ്ഐ പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് അഖിൽ വാവച്ചൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. യദുകൃഷ്ണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഫിദൽ ദിലീപ് സ്വാഗതം പറഞ്ഞു. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് BS സന്ദീപ്, അംഗൻവാടി ടീച്ചർ ഷൈജി കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. 24ാമത്തെ വർഷമാണ് നമ്മുടെ അംഗൻവാടി. 2000 നമ്മൾ തുടങ്ങിയതാണ്. ഇപ്പോൾ 2024. അന്ന് നമ്മൾ വാടകയ്ക്കാണ് കെട്ടിടം തുടങ്ങിയത്. അന്നത്തെ ഫസ്റ്റ് ബാച്ചാണ് ഇവരൊക്കെ. ഇപ്പം ആ പെൺകുട്ടികളായവരുടെ മക്കളെ കൂടി പഠിപ്പിക്കാനുള്ള ഇതിപ്പോൾ ഞങ്ങൾക്കുണ്ട്. കാരണം ഇപ്പോൾ 1-2 പേരുടെ പിള്ളേരെ വരിപ്പത് ഇതൊക്കെ ഇവിടെ പഠിച്ച കുട്ടികൾ തന്നെയാണ് അംഗൻവാടി. അപ്പം അങ്ങനത്തെ ഒരു ഇതിൽ നമ്മൾ ഇത്രയും കാലം എത്തി നമുക്ക് ഇതുവരെ എല്ലാവിധ സഹകരണങ്ങളും ഇപ്പം സന്ദീപായാലും ആരായാലും കേട്ടോ എല്ലാവരോടും പറഞ്ഞാൽ അംഗൻവാടിക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടെങ്കിലേ നമുക്ക് അംഗൻവാടികളൊക്കെ സർക്കാരിൻ്റെ സ്ഥാപനമാണെങ്കിൽ പോലും സഹകരണമാണ് ഏറ്റവും പ്രധാനം. രക്ഷകർത്താക്കളുടെ ആയാലും പ്രവർത്തകരുടെ ആയാലും. അപ്പം ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സഹമന്ത്രിയായ ശേഷം ആദ്യമായി കേരളത്തിലെത്തിയ ജോർജ് കുര്യന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. പെരിയാറിനെ സംരക്ഷിക്കൂ, മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കുന്ന മുദ്രാവാക്യമുയർത്തി AITUC മുഖ്യമന്ത്രിക്ക് ഭീമഹർജി നൽകുന്നു. ഒപ്പുശേഖരണത്തിന് ഉദ്ഘാടനം പറവൂരിൽ CPI ജില്ലാ സെക്രട്ടറി KM ദിനകരൻ നിർവഹിച്ചു. ചാലാക്ക ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ലോക രക്തദിനാചരണം സംഘടിപ്പിച്ചു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദിരാകുമാരി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.